ഇത് മാസ് മോട്ടോഴ്സ് എന്നാണ് ഹീറോൻ്റെ മാസ്റ്റർ, പഴയ മോഡൽ മാസ്റ്ററാണ് വണ്ടി. ഞാൻ ജനറൽ സർവീസായിട്ട് നമ്മൾ വർക്കിന് ചെയ്തതാണ്. ഫസ്റ്റ് തന്നെ നമ്മളൊന്ന് ഫുള്ളായിട്ടൊന്ന് അഴിച്ചായിട്ട് ബോഡി അഴിച്ചിട്ടൊന്ന് വാട്ടർ സർവീസ് ചെയ്തിട്ടുണ്ട്. കാരണം ഫുള്ള് ചെളിയായിരുന്നു, അതിൻ്റെ ഉള്ളിൽ നല്ല രീതിയിൽ ചെളിയുണ്ട്. അപ്പോൾ അതും പ്രകാരം നമ്മൾ ഫസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ടാണ് വർക്കിന് ചെയ്യുന്നത് കേട്ടോ. ജനറൽ സർവീസ്, അതേപോലെ ബ്രേക്ക് ചെക്ക് ചെയ്യുക, വാട്ടർ സർവീസ്, പിന്നെ പെയിൻറ്റിങ്ങിൻ്റെ എമൗണ്ടൊക്കെ ഒന്ന് ചോദിച്ചിട്ട് പറഞ്ഞത് സാർ. വണ്ടി നമ്മൾ ഓടിച്ച് നോക്കുന്ന സമയത്ത് വണ്ടിക്ക് ഒരു തെറി ബ്രേക്കില്ല. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് കെട്ടലൊക്കെ ചാടുമ്പോൾ സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സർവീസ് ജനറൽ സർവീസിനായിട്ട് ഫുൾ ചെക്കപ്പിനായിട്ട് കയറ്റിയിട്ടുണ്ട്. അതിൻ്റെ ബാക്കിലത്തെ ബ്രേക്ക് ലൈനറൊക്കെ നോക്കുമ്പോൾ ബ്രേക്ക് ലൈനർ മാക്സിമം ഉപയോഗിച്ച് തീർന്നതാണ് കേട്ടോ. കമ്പനി ലൈനർ അല്ല ബാക്കിൽ കിടക്കുന്നത്, തന്നെയുള്ള അത് മാക്സിമം ഉപയോഗിച്ച് തീർന്നിട്ടുണ്ട്. ബ്രേക്കിൻ്റെ ക്യാമൊക്കെ ചെറിയ ടൈറ്റ് കാണിക്കേണ്ടതെന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടാം. അതേപോലെ ബാക്ക് വീലിൻ്റെ ബെയറിംഗൊക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഹബ്ബൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് ബാക്ക് ബ്രേക്ക് ലൈനർ മാറ്റാം. പിന്നെ ബ്രേക്കിൻ്റെ പ്രോബ്ലം എന്ന് പറയുമ്പോഴത്തേക്കും കേബിളുകളെല്ലാം തന്നെ ഡാമേജാണ്. ഫ്രണ്ടിലെ 2 ബ്രേക്ക് കേബിൾ പോയിട്ടുണ്ട്, ബാക്കിലത്തെ ബ്രേക്കിൻ്റെ കേബിൾ പോയിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക് റെഡി ആക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫ്രണ്ടിലത്തെയും ബാക്കിലത്തെയും ബ്രേക്ക് ലൈനർ വിത്ത് കേബിളുകളാണ് നമുക്ക് മാറ്റിയിടുന്നത് കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ അഴിച്ച് നോക്കി. എയർ ഫിൽറ്ററൊക്കെ പൊടി കയറിയിട്ട് നല്ല രീതിയിൽ ബ്ലോക്ക് ആയി പോയേക്കാം, ഫുൾ ബ്ലോക്കാണ്. അപ്പോൾ എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ കൂട്ടത്തിൽ തന്നെ നമുക്ക് പ്ലഗും കൂടി മാറ്റിയിടേണ്ടതാണ്. കാർബറേറ്റർ അസംബ്ലി കൂടി ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് പോകണം നല്ലതാണ്. കാരണം എന്ന് വെച്ചാൽ എയർ ഫിൽറ്റർ ഇത്രയും ബ്ലോക്ക് ഉള്ളപ്പോൾ സ്വാഭാവികമായിട്ടും കാർബറേറ്ററിൻ്റെ ഉള്ളിൽ അഴുക്ക് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് കാർബറേറ്ററിലേക്ക് ജനറൽ സർവീസിൽ വന്നതല്ലാതെ അഡീഷണൽ പേ ചെയ്യേണ്ട കേസാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് പെർമിഷൻ പറയാം, ഞങ്ങൾ അതനുസരിച്ചിട്ട് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. ഇതിനകത്ത് വേറെ പാർട്സുകൾക്ക് വേറെ ഡാമേജ് വന്നിട്ടില്ല. പിന്നെ റോളർ സെറ്റ് നമുക്ക് മാറ്റിയിടണം. അത് ഏകദേശം 100 താഴെ നമുക്കതിന് കോസ്റ്റ് ഉള്ളൂ. കാരണം ചെറിയൊരു പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഉള്ളത് ബെൽറ്റാണ്. ബെൽറ്റ് ഓൾറെഡി പൊട്ടിയിരിക്കുകയുണ്ടോ. അപ്പോൾ എത്രയും പെട്ടെന്ന് ബെൽറ്റ് മാറ്റേണ്ട സിറ്റുവേഷനാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ദിവസങ്ങൾ വണ്ടി കയറിയില്ലെങ്കിൽ പോലും ബെൽറ്റ് പൊട്ടി വഴിപ്പെടുന്ന സിറ്റുവേഷനിൽ വണ്ടി ഓടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ബെൽറ്റ് കൂടി നമുക്ക് കൂട്ടത്തിൽ കൂടെ മാറ്റി വിടണം. കിക്കർ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടാം. പിന്നെ ഉള്ളത് ചോക്കിൻ്റെ കേബിൾ, ആക്സിലേറ്റർ കേബിൾ. ചോക്ക് കേബിളൊക്കെ ഫുൾ ടൈറ്റാണ്, ഉപയോഗിക്കാണ്ടിരുന്ന് പോയതാണെന്ന് തോന്നുന്നു. ആക്സിലേറ്റർ കേബിൾ നല്ല ടൈറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ചോക്കിൻ്റെ കേബിളും ആക്സിലേറ്റർ കേബിളും കൂടി നമുക്ക് കൂട്ടത്തിൽ കൂടെ മാറ്റി വിടേണ്ടത് കേട്ടോ. പിന്നെ അതേപോലെ ഫ്രണ്ടിലത്തെ ബുഷ് ഇതൊക്കെ നല്ല രീതിയിൽ ഡാമേജ് ആകുന്നുണ്ട്. മൊത്തത്തിൽ അതാണ് അത്ര അടി കാണിക്കുന്നതിൻ്റെ മെയിൻ കാരണം. ഫ്രണ്ട് ഷോക്കിൻ്റെ ബുഷ് പോയിട്ടുണ്ട്, ലിങ്കിൻ്റെ ബുഷ്, കോളർ ബുഷാണ് കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം, കോളർ മാറ്റി നോക്കാം. വീണ്ടും പ്ലേ കാണിക്കേണ്ടെങ്കിൽ നമുക്ക് അഴിച്ചത് മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ. ഫ്രണ്ട് ബ്രേക്കിൻ്റെ ലൈനർ നമുക്ക് ചേഞ്ച് ചെയ്ത് തരണം. കാരണം അതും ഈ പറഞ്ഞ ഒരു അഡ്ജസ്റ്റിങ് പരമാവധിയിലേക്ക് ആയിട്ടുണ്ട്. ഫ്രണ്ട് ടയർ കുഴപ്പമൊന്നുമില്ല. അതേപോലെ ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ്ങിനും പ്രത്യേക പ്രശ്നം, ബെയറിങ്ങിന് ചെറിയൊരു കംപ്ലയിൻറ്റ് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ ഒന്നും ആയിട്ടൊന്നുമില്ല. പിന്നെ അതേപോലെ ബാറ്ററിയുടെ കണ്ടീഷനും ചെക്ക് ചെയ്തുകൊണ്ട്, ബാറ്ററി നമുക്ക് ആംറോണിൻ്റെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. 2024 മോഡൽ ബാറ്ററിയാണ് വണ്ടി ഇരിക്കുന്നത് കേട്ടോ. അതിൻ്റെ വോൾട്ടൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ 12.8 ഇഞ്ച് റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട്. ലോഡ് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ 8.90 വരെ വരുന്നുണ്ട്. ഏകദേശം ബോർഡറിലേക്ക് ആയി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ബോർഡർ ലൈനിലേക്ക് ആയിട്ടുണ്ട്. കംപ്ലയിൻ്റ് എന്ന് പറയാനുള്ള സിറ്റുവേഷൻ ആയിട്ടില്ല. പിന്നെ സെക്കൻഡറി ഫിൽറ്റർ മാറ്റാം, എഞ്ചിൻ ഓയിൽ മാറ്റാം. അപ്പോൾ ഇത്രയും കേസാണ് മെയിനായിട്ട് നമുക്ക് ചെയ്യേണ്ടി വന്നെ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഷെയർ ചെയ്തിടാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇടാം. ആ റിപ്ലൈ കിട്ടിയിട്ട് നമുക്ക് അതനുസരിച്ചിട്ട് വേണം വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്.